ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. ഞാൻ കമറുന്നീസ. കമറൂസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പൊടിയൊക്കെ വാട്ടിയെടുത്ത് ഇന്ന് പത്തിരി ചുടുകയാണ്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ചിക്കനും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായും കാണണം കേട്ടോ. അപ്പോൾ ഇന്ന് വെറൈറ്റി ചിക്കൻ കറിയാണ്. അതിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ നമ്മൾ തക്കാളി ഇടുന്നില്ല കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് പുളിയുടെ തളിരില കുറച്ചെടുത്ത് കൊടുത്തിട്ടുണ്ടോ. നല്ല ടേസ്റ്റുമാണ്. പിന്നെ നമുക്ക് വയറിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ പുളിയുടെ തളിരിലൊക്കെ എടുത്തിട്ട് കറി വെക്കുകയാണെങ്കിൽ. അതുപോലെ നമ്മൾ മത്തിക്കറിയൊക്കെ വെക്കുമ്പോഴൊക്കെ പുളിയുടെ ഇല ഇട്ട് കറി വെക്കുമ്പോഴൊക്കെ നല്ല ഹെൽത്തി ആയതും കൂടിയാണ്. അതെല്ലാം കൂടി നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എണ്ണയിൽ ഉലുവയും ചെറിയ ജീരകവും വലിയ ജീരകം എല്ലാം ഇട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു വെറൈറ്റി കറിയാണ്. നല്ല മണവും രുചി ഉണ്ടാവും. ഒക്കെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുവിധം ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മളതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ. നമ്മൾ ഒരുപാട് അങ്ങ് ഡീറ്റെയിൽ ആയി കാണിക്കണില്ല. അപ്പോൾ പച്ചമുളക്, കറിവേപ്പില, മല്ലിച്ചപ്പ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ജീരകവും ഉലുവയൊക്കെ എണ്ണയിലിട്ട് പൊട്ടിക്കുക കേട്ടോ. അപ്പോൾ തന്നെ ഒരു പ്രത്യേക മണമാണ് കേട്ടോ നമ്മളെ ചിക്കൻ കറിക്ക്. ഇങ്ങനെ പത്തിരിയൊക്കെ ചുട്ടെടുത്തും കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മളെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല മണം വരുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം കുറച്ച് ദിവസമായി മുകളിലേക്ക് കയറിയിട്ട് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ എന്താ പറയുക കായൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പഴുത്തു പോയോ എന്താണെന്നും അറിയില്ല. 2-3 പ്രാവശ്യം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് പഴുത്ത് നിൽക്കുന്നുണ്ട്. അതുകൂടെ ഒന്ന് എന്താ പറയുക അറുത്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീടിൻ്റെ മുകളിൽ ഇങ്ങനെ ഈ ഒരു പഴം ഇങ്ങനെ കാണുമ്പോൾ എന്തൊരു സന്തോഷമെന്നറിയോ. കടയിൽ നിന്നൊക്കെ വാങ്ങുകയെന്ന് പറഞ്ഞാൽ നല്ല വില കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് പഴുത്തിട്ട് അറുത്ത് കഴിക്കുമ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. കടയിൽ നിന്നൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ച് മുമ്പ് തന്നെ അവർ ഒന്ന് ഒരു 3/4 ഭാഗമൊക്കെ പഴുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അറുത്തിട്ട് കടയിൽ കൊണ്ടുപോയി വെക്കും കേട്ടോ. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ അത് അതിൻ്റെ മധുരമൊക്കെ പോയ പോലെ ഇത്ര ടേസ്റ്റ് കിട്ടില്ല. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് അറുത്ത് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷം വേറെ തന്നെയാണ് അല്ലേ. അതിന് ശേഷം കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കുറച്ച് വലിപ്പമൊക്കെ ഉള്ളതാണ്. അങ്ങനെ 2 കിലോ ചെമ്മീൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ പകുതി മാത്രമേ എടുക്കുള്ളൂ. പകുതി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ശരിയാക്കി എടുക്കണം. കുറച്ച് സമയം എടുക്കും കേട്ടോ. പിന്നെ അതിൻ്റെ വേസ്റ്റൊക്കെ കളയലും എല്ലാം കൂടെ ഒരുപാട് സമയമാവും. അങ്ങനെ പകുതി എടുത്ത് ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ വേസ്റ്റൊക്കെ ഫുള്ളും കളഞ്ഞിട്ടുണ്ട് കേട്ടോ. വേസ്റ്റ് അതിൽ തീരെ ഉണ്ടാകാൻ പാടില്ല. നമുക്ക് ഒരുപാട് വിഷാംശമാണ് കേട്ടോ നമ്മളെ വയറിലേക്ക് പോവുക. അപ്പോൾ അതിന് ഒരുപാട് കെയർ ചെയ്യണം നമ്മൾ. അങ്ങനെ കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു അരമണിക്കൂറും കൂടി കഴിഞ്ഞ ശേഷം പിന്നെയും നന്നായി വാഷ് ചെയ്തതിന് ശേഷമാണ് നമ്മളത് ഉപയോഗിക്കുന്നത് കേട്ടോ. അങ്ങനെ അതെല്ലാം നന്നായി കഴുകി ഒരു ഹോളിലെ പാത്രത്തിൽ വെള്ളമൊക്കെ വാർന്നു പോകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മളതിലേക്ക് ചെറുനാരങ്ങയുടെ നീരും മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ പാകത്തിനാക്കി 1/2 മണിക്കൂർ ഒന്നും കൂടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഉപ്പും പുളിയൊക്കെ ഒന്ന് നന്നായി യോജിച്ച് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി മാത്രമാണ്, വലിയ സവാള എടുത്തിട്ടില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതെല്ലാം ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ഏലക്കായും ഗ്രാമ്പും വലിയ ജീരകവും ഒക്കെ എടുത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി അരച്ചതിന് ശേഷം നമ്മളതിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്നും കൂടി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുരുമുളകും കൂടി ഉണ്ടെങ്കിൽ ചേർക്കുക. നമ്മളെ
ചെമ്മീനൊക്കെ പൊരിച്ച് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചട്ടിയിലേക്ക് തന്നെയാണ് നമ്മൾ അരച്ച് വെച്ച മസാല ഇട്ട് കൊടുക്കണം കേട്ടോ. ചെറിയ ഉള്ളിയും വെളുത്തുള്ളി അതുപോലെ ഗ്രാമ്പൂ ഏലക്കായും കറുവപ്പട്ടയും എല്ലാം ഇട്ടിട്ടുണ്ട്. നന്നായി പച്ചമണം പോകുന്നത് വരെ വഴറ്റി കൊടുക്കണം. നല്ല മണം വരുന്നത് വരെ വഴറ്റണം കേട്ടോ. നമ്മളെ ഉള്ളിയൊക്കെ ബ്രൗൺ നിറായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തക്കാളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്ത് പിന്നെയും ഒന്ന് മൂടി വെച്ച് വേവിച്ച് നന്നായി അതും പച്ചമണം പോകുന്നവരെ വഴറ്റിയെടുക്കണ്ട. എത്രത്തോളം വഴറ്റാൻ പറ്റും അത്രയും വഴറ്റണം. എന്നാലും നമ്മളെ തക്കാളിക്കൊക്കെ നല്ല മണവും അതുപോലെ നമ്മളെ മസാല നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എന്താ പറയുക, ചെമ്മീനിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ പാകത്തിന് ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവൂ. അങ്ങനെ നമ്മൾ പൊരിച്ച ചെമ്മീനും കൂടെ ഇട്ട് ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം തേങ്ങ കൂടുതൽ വെള്ളമൊന്നുമില്ലാതെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ കൂടെ ഒഴിക്കുന്നുണ്ട്. നല്ല തിക്കായിട്ടൊരു കറിയാണ് കേട്ടോ. അത് ദോശയിലേക്കും ചോറിലേക്കും എല്ലാം അതിലേക്ക് എടുക്കുക കേട്ടോ. അത്രയും ടേസ്റ്റോട് കൂടി ഒരു ചെമ്മീൻ മസാല ശരിയായിട്ടുണ്ട്. ഒരുപാട് ഞങ്ങൾക്ക് അറിയൊന്നുമില്ല കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പുതിയ കൂട്ടുകാർ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം.